എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ 3ാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കുകയായതുകൊണ്ട് കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് ഫേസിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഫൈനൽ ടോണിൽ ശരിയാക്കാം. അപ്പോൾ നമുക്കിനി എന്തായാലും ബാക്കി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഇനി ഫേസിലേക്ക് കിടക്കാം. ഫേസ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ലാസ്റ്റ് ടച്ചപ്പും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ടും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓർണമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കാരറ്റ് ലേക്കും ഗാംബേജും കൂടിയാണ് നന്നായിട്ട് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് ഫസ്റ്റ് ടോണാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോൺ അല്ല, സെക്കൻഡ് ടോണാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ച് എല്ലാ ഭാഗത്തുനിന്ന് അടിച്ചടിച്ച് നീക്കിയെടുക്കാം. എവിടേക്കാണോ ആ മഞ്ഞ വേണ്ടത്, ഈ ഒരു ഷെയ്ഡ് വേണ്ടത്, ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് കൊടുത്ത് അങ്ങോട്ട് വെള്ളം കൂട്ടി തന്നെ വലിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് സെക്കൻഡ് ടോൺ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങിയ ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ കളർ മിക്സ് ചെയ്യാം. അപ്പം റെഡ് കളർ കുറച്ച് കൂടുതലാക്കി എടുക്കുക. നേരത്തെ ഗാംബേജും യെല്ലോയും സ്കാലറ്റും യെല്ലോ കൂട്ടിയിട്ട് എടുത്ത്, ഇനിയിപ്പം യെല്ലോ കുറച്ചെടുത്തിട്ട് സ്കാലറ്റിൻ്റെ അളവ് കൂട്ടുക. സ്കാലറ്റിൻ്റെ അളവ് കൂട്ടിയിട്ട് നമുക്കിനി അതിൻ്റെ മേലെ തേർഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ തേർഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഗാംബേജാണ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡാർക്കൺ ചെയ്ത് കാണണ്ടേ, ഒരു റെഡ് കളർ ഡാർക്കൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഗാംബേജ് ഞാൻ കൂട്ടി കൊടുക്കുന്നത്. ഇനി ഗാംബേജ് കുറച്ചും കൂടി ഡാർക്കണായിട്ട് നമുക്ക് ഈ ഓർണമെൻറ്റ്സിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ബേൺസീനെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല എടുത്ത് കാണിക്കും, ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് കാണിക്കും. എനിക്കിപ്പോൾ അത്ര ഡാർക്കണായിട്ട് വേണ്ട, അതുകൊണ്ട് ഞാനിങ്ങനെ യെല്ലോയും റെഡ്, അതായത് സ്കാലറ്റിലേക്കും ഗാംബേജും കൂടി മിക്സ് ചെയ്തിട്ട് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അധികം അങ്ങോട്ട് നേർപ്പിക്കേണ്ട, ഒരു ചെറിയ രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് നേർപ്പിച്ചാൽ മതി. ഇനി കുറച്ചൊരു തിക്നെസ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. തേർഡ് കോട്ടല്ലേ, തേർഡ് കോട്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് തിക്നെസ്സിൽ പെയിൻറ്റിൻ്റെ അളവ് കൂട്ടിയിട്ടാണ് നമ്മളിത് തേർഡ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുറച്ച് ഇത് ചാലിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം ഈ ഭയങ്കരമായിട്ട് ലൂസാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസും അങ്ങനത്തെ കാര്യങ്ങളും എവിടേക്കാണോ നല്ല ഡാർക്കണായിട്ട് വേണ്ടത് അവിടങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതാ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ നടുക്ക് വരുന്ന യെല്ലോ ഒരു ഗ്രീൻ പോർഷൻ വരുന്നുണ്ട് നമ്മുടെ ഈ ഓർണമെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഗാംബേജ് മെല്ലെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം. ഗാംബേജ് അടിച്ച ശേഷമാണ് നമ്മളതിൽ ഗ്രീൻ കളർ അടിക്കുക. ഗാംബേജ് അല്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുക ലെമൺ യെല്ലോ ആണ്. ഈ ലെമൺ യെല്ലോ അടിച്ച ശേഷം അത് ഡ്രൈ ആയ ശേഷമാണ് നമ്മൾ ഈ സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്യാം. ഞാനിവിടെ ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഗാംബേജ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഗ്രീൻ പോർഷൻ വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഈ യെല്ലോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു കോട്ട് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം ഈ ക്രോണിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്, റിങ്ങിൽ
എല്ലായിടത്തിലും വരുന്നുണ്ടായിരുന്നു, അവിടെയൊക്കെ ഞാൻ ചെയ്തു. ഇനി പിന്നെ നമ്മുടെ ഒരു ഫ്ലവർ വരുന്നുണ്ട്, തലയുടെ 2 സൈഡിലായിട്ട് 2-3 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ആ ഫ്ലവറിനും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു യെല്ലോ കളർ കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് പിങ്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുപോലെ ഞാനിതൊന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ വെച്ചിട്ട് തന്നെ. അപ്പോൾ ആ ഫ്ലവർ ഒന്ന് നല്ല ഭംഗി വരും, ഒന്ന് എടുത്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ 2-3 ഫ്ലവറാണല്ലേ, ആ 3 ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിനി സ്കാലറ്റിലേക്ക് തന്നെ എടുക്കാം. സ്കാലറ്റിലേക്ക് കുറച്ച് പോർഷൻ അധികം എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഡാർക്കൺ ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ 2 ഇത് പറഞ്ഞു, ആദ്യം ലൈറ്റ് ചെയ്തു, പിന്നെ കുറച്ചുകൂടി ഡാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നല്ലതായിട്ടൊന്ന് ഡാർക്കൺ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ സ്കാലറ്റിലേക്കും ക്യാമ്പേജും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ചാലിക്കുക കേട്ടോ. ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേൺസീന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് മതി കേട്ടോ, കുറച്ച് ബേൺസീന എടുത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇനി ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് തുടക്കം ചെയ്ത പോലെ തന്നെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എല്ലാത്തിനും ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരിക. അപ്പോൾ ഇതാ നല്ല വൃത്തിക്ക്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കും, അന്നപ്പം ഇതിലും ഭംഗി വരും, കാരണം അതൊന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡാർക്കൺ ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക, ഈ ഓർണമെൻറ്റ്സിനൊക്കെ ഒന്നൊരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ചെയ്ത പോലെ ഔട്ട്ലൈൻ ആയതുകൊണ്ടാണ് ഞാനിത് കുറച്ച് സ്പീഡിൽ ഇട്ടത്, അല്ലാണ്ട് എല്ലാം അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇതിലും തീരൂല. അപ്പം അതുകൊണ്ടാണ് ഇനിയും കുറച്ച് ഭാഗം കൂടി അധികം ഫേസൊന്നും നമ്മൾ കണ്ണ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും സ്ലോയിൽ എണ്ണിട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് ഔട്ട്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഓർണമെൻറ്റിൻ്റെ സെൻറ്ററിൽ സാപ്പ് ഗ്രീനും കുറച്ച് ബേൺസീനിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അതൊരു ഫസ്റ്റ് ടോൺ പോലെ അടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഒന്നും കൂടി ഒരു ഗ്രീൻ കളർ അടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ടാം, ഒരു ഇതുപോലെ എന്താ പറയുക, സെക്കൻഡ് ടോൺ പോലെ അടിച്ചിടാം. എല്ലാ എവിടെയൊക്കെയാണോ പച്ച കളർ വേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഈ സാപ്പ് ഗ്രീനും ബേൺസീനിയാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഈ സ്കാലറ്റിലേക്ക് ഒന്ന് ലൈറ്റൻ ചെയ്യാം. കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൂവിൻ്റെ സെൻട്രൽ പോർഷനിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് മിക്സ് ചെയ്തത്. പിന്നെ ഈ സൈഡിൽ തന്നെ ഈ ക്രോണിൻ്റെ സൈഡിൽ തന്നെ ഒരു ലോട്ടസ് പോലെ വരുന്നുണ്ട്, അതിനും ആ ഒരു കളറ് തന്നെ ഞാൻ കൊടുത്തു. അപ്പം ഈ റെഡ് കളറൊക്കെ ഫൈനൽ കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോൾ വരുന്ന ഓർണമെൻറ്റ്സും കാര്യങ്ങളിലൊക്കെ ബ്രഷ് വെച്ചിട്ടും ബ്ലാക്ക് കളർ ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങനെ പെന്നുണ്ടാവുമല്ലോ, CD മാർക്കർ, ജെൽ പെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം പെന്ന് വെച്ചിട്ട് ചെയ്യും, കുറച്ച് ഭാഗം ഈ പെയിൻറ്റ് വെച്ചിട്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെയിൻറ്റിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ പെന്നാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യമൊക്കെ പെന്ന് വെച്ചിട്ടാണ്, തുടക്കക്കാരൊക്കെ പെന്ന് വെച്ച് തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക്
കുറച്ച് ബ്രഷ് എയിമായ ശേഷം ബ്രഷ് യൂസ് ചെയ്ത് ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം ഔട്ട്ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി കുറച്ച് ബ്ലാക്ക് കളർ എടുക്കാം. ഓയിൽ പെയിൻറ്റിങ്ങിന് ഇതിപ്പം അക്രിലിക് കളറാട്ടോ ഞാൻ എടുക്കുന്നത്. എനിക്ക് ആർട്ടിസ്റ്റ് കളർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അക്രിലിക് കളർ വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അതുപോലെ ഈ എന്താ അതിനെ കൊണ്ട് അപ്പം പുറത്തത്തെ വോയിസൊക്കെ കുറച്ച് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ലോങ് ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ഞാൻ ആദ്യം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പം ഇങ്ങനെ ലോങ് ബ്രഷ് വെച്ചിട്ടാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഔട്ട്ലൈനൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പോർഷൻ ഈ ഫേസിന് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഔട്ട്ലൈൻ ചെയ്യാനുള്ളൂ. അപ്പം അതും ഈ എന്താ പറയുക, ഈ ക്രോണുമാണ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഫേസും ഈ ഭാഗം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചിത്രം ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഫൈനൽ പാർട്ടായിട്ട് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ നമുക്കൊരു ഫൈനൽ പാർട്ടായിട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ബൈ.